ഹലോ എവരിവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചട്നിയുടെ റെസിപ്പിയാണ്. എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് ഒരു കുക്കിംഗ് വീഡിയോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ചട്നിയാണ്. ദോശ, ഇഡ്ഡലി, മസാല ദോശ ഇതിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ചട്നി. അപ്പോൾ ഞാനിത് ഉണ്ടാക്കിയേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലിയുടെ കൂടെയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പൊട്ടുകടലയാണ്. നമുക്കിപ്പോൾ തേങ്ങ ഇല്ലെങ്കിൽ ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ പൊട്ടുകടല, സവാള, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഉപ്പ് ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ടൊരു ചട്നി ഉണ്ടാക്കാം. അപ്പോൾ നമ്മളൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകാണ് ഇട്ട് കൊടുക്കേണ്ടത്. പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ അത് നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുവാണ്, അല്ലാതെ എല്ലാം കൂടി ഇട്ട് വരട്ടി എടുക്കുകയല്ല. അത് രണ്ടും കൂടി ഇട്ടിട്ട് നമ്മൾ ഓരോ സാധനങ്ങളും നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി മാറ്റി വെക്കുക. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കൂടെ മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നൊരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒത്തിരി അങ്ങ് ആവുമല്ല, ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നിടം വരെ ആക്കി കൊടുക്കുക. ഈ ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മളൊരു ബൗളിലേക്ക് ഇത് മാറ്റണം. ഒത്തിരി ഇത് കരിഞ്ഞ് പോവുകയാണെങ്കിൽ നമ്മുടെ ചമ്മന്തി അതിൻ്റെ കളറ് തന്നെ ചേഞ്ച് ആവും. ഇതുപോലൊരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. നമ്മുടെ പച്ചമുളകും വെളുത്തുള്ളി, ഇത് പച്ചമുളക് കുറച്ച് പഴുത്തയാണ് നല്ലത്, നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കൊരു മീഡിയം സൈസ് സവാള വേണം. അത് ചെറുതായിട്ട് കുനുകുനാന്നല്ല, നമ്മൾ സാധാരണ കറിക്കൊക്കെ അരിയത്തില്ലേ, അതുപോലെ നമ്മൾ അരിഞ്ഞെടുക്കണം. അപ്പോൾ അതും എണ്ണയിലൊന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒരുപാട് നമ്മളങ്ങ് വഴറ്റി അത് ഒരു ബ്രൗൺ ഷെയ്ഡൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആ കളറ്, നമ്മുടെ കറിയുടെ കളറങ്ങ് ചേഞ്ച് ആവും. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ആകുമ്പോഴത്തേക്ക് നമ്മൾ തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ പച്ചമുളക് വെളുത്തുള്ളി മാറ്റിയില്ല, അതുപോലെ തന്നെ ഇതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഇതിപ്പം ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ടാണ് ഈ ബൗളിലോട്ട് മാറ്റുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാത്രത്തിൽ തന്നെ വെക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ഇതുപോലെ വറുത്തല്ല, ജസ്റ്റ് ഒന്ന് വാട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു ഇഞ്ചി വേണം. ഇഞ്ചി ഇതിൻ്റെ കൂടെ ഇട്ട് ഞാൻ വഴറ്റാനെന്ന് പറഞ്ഞാൽ ആ ഇഞ്ചിയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മളെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാളയും വെളുത്തുള്ളിയും നമ്മളിപ്പോൾ എടുത്ത് വെച്ചേക്കുന്ന പൊട്ടുകടലയും കൂടി ഇട്ട് ജസ്റ്റ് പച്ചമുളകും ഉപ്പും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് അടിച്ചെടുക്കും, വെള്ളമൊന്നും ചേർക്കാതെ. അതിനുശേഷം മാത്രമേ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വെള്ളം എന്തെങ്കിലും ആവശ്യം വരും. കാരണം എന്ന് വെച്ചാൽ ഈ കടല എന്തായാലും നല്ലപോലെ അരഞ്ഞു വരത്തില്ല. അപ്പോൾ ഒരു ജസ്റ്റ് ഇച്ചിരി ചൂടുവെള്ളമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അതെടുക്കുക. ഞാൻ ഇതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ പച്ചമുളക് ഒഴിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ഇതിനകത്ത് ചൂടുവെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. അപ്പം ഈ പൊട്ടുകടലയും സവാളയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ വരത്തുള്ളൂ, വെള്ളം ചേർക്കാതെ. നോക്കിയേ, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് വീണ്ടും ഒന്ന് അടിച്ചെടുക്കുമ്പോൾ ഈ കൺസിസ്റ്റൻസി വരും. ഇതാണ് അതിൻ്റെ പരുവം. ഇനി ഇതിലും ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് അതിനെ ഇളക്കിയിട്ട് ഒന്നുകൂടെ അടിക്കാവേ. ഇനി നമ്മൾ ഈ വഴറ്റിയ ആ പാനിൽ തന്നെയാണ് നമ്മൾ കടുകും വറക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് വേണമെങ്കിൽ വേണമെങ്കിൽ മാത്രം കുറച്ച് കൊച്ചുള്ളി കൂടെ അരിഞ്ഞിടാം, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ 2-3 കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇത് കുറച്ച് കുഴഞ്ഞു പോയതുകൊണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്തൊന്ന് ലൂസായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാട് കുഴഞ്ഞു പോയി. അപ്പം നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മുടെ ദോശ, ഇഡ്ഡലി, മസാല ദോശ ഇതിലൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിരിക്കും. ചില ആളുകൾ ഇതിനകത്ത് തേങ്ങയും കൂടെ ചേർക്കും. തേങ്ങയും കൂടെ അരച്ച് ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. പക്ഷേ ഇത് തേങ്ങ ഇല്ലാത്ത ചമ്മന്തി എന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പം തേങ്ങയുടെ അതേ ടേസ്റ്റൊക്കെ കിട്ടും, തേങ്ങാ ചമ്മന്തി അരയ്ക്കുന്ന കൂട്ടൊക്കെ കിട്ടും. അപ്പോൾ തേങ്ങയില്ലാത്ത സാഹചര്യങ്ങളിലൊക്കെ നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് റെഡിയാക്കാനും പറ്റും. കറിയില്ലാത്ത ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് ഈ കടല ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയ ചാനലായതുകൊണ്ട് തന്നെ എത്ര ആളുകൾക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ ഇത് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്ന് കമൻറ്റ് കൂടെ ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റൊക്കെ ചെയ്യണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, സീ യു.